വർക്കല ബീച്ച് തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നിരുന്നാലും കൊല്ലത്തിനടുത്താണ് ഈ ബീച്ച്. ഈ കൂടി നിൽക്കുന്നത് അവരുടെ ബന്ധുവിന് പിതൃതർപ്പണം നടത്താൻ വേണ്ടി വന്നവരാണ്. പൂജാരിയുടെ ചുറ്റുമാണ് അവർ കൂടി നിൽക്കുന്നത്. ഈ മണ്ണ് കൂമ്പാരങ്ങൾ പൂജാരികൾ അതിനകത്ത് ഇരിക്കും, ഒരു കുടയെ നിവർത്തി. അത്രയും ചൂടാണല്ലോ. ബന്ധുക്കൾ, പിതൃതർപ്പണം നടത്തേണ്ട ബന്ധുക്കൾ അതിന് ചുറ്റും കൂടി നിന്ന് അവരുടെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയതിന് ശേഷം കുടവുമായി കടലിലിറങ്ങി 3 പ്രാവശ്യം മുന്നിൽ താഴും. എന്നിട്ട് കയറി വരും. ഈ ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് ജനാർദ്ദന സ്വാമി ടെമ്പിൾ. ജനാർദ്ദന സ്വാമി ടെമ്പിൾ തൊഴുത് ഈ ബീച്ചിൽ വന്ന് കുളിച്ചാൽ നമ്മുടെ എല്ലാ പാപത്തിൽ നിന്നും മോചനം കിട്ടും. അതുകൊണ്ടാണ് ഈ ബീച്ചിനെ പാപനാശം ബീച്ച് എന്നും പറയുന്നത്. പാപം നശിപ്പിക്കപ്പെടുന്നു. നല്ലൊരു കാര്യമല്ലേ? ഇതാ ഒരു ക്ലിപ്പ്. അത് കേരളത്തിൽ വർക്കലയിൽ മാത്രം. നാഷണൽ ജിയോഗ്രാഫിക്കൽ മോണ്യുമെൻറ്റ്സ് ആയി കണക്കാക്കുന്ന ക്ലിഫാണിത്. ജിയോഗ്രാഫിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. ആ ക്ലിഫിൽ നിന്നെടുത്ത ഒരു വീക്ഷണം. ആ കടൽ നോക്കൂ. വെള്ളി നിറത്തിലുള്ള മണൽ. ആ മണലിൽ വെള്ളി കൊളിയൂസ് ഇട്ട പെണ്ണുങ്ങളുടെ പാദസ്വരം പോലെ ഇങ്ങനെ കിളിങ്ങി കിളിങ്ങി വരുന്നു തിരമാലകൾ. തിരമാലകൾക്ക് അപ്പുറം നോക്കൂ, നല്ല നീല നിറം, ചിലതിടത്ത് കറുപ്പ് നിറം. ഈ ക്ലിപ്പിൽ ഇഷ്ടംമാതിരി ഹോട്ടലുകളുണ്ട്. ഹോട്ടലുകൾ മാത്രമല്ല, വിദേശികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള കടകളും. കടകളൊന്നും ആകർഷണത്തിൽ പണിതിട്ടുള്ളതല്ല, തട്ടിക്കൂട്ട് കടകളാണ്. ഇതാ ആ തിരകൾ നോക്കൂ. വെള്ള മണലിൽ ആ തിരകൾ അടിക്കുമ്പോൾ വെള്ളിക്കൊലൂസുകളാണെന്ന് തോന്നുന്നില്ലേ? ആ തിലുക്കും അതുപോലെ തന്നെയാണ്. ഇതാ ഈ ഹോട്ടലിൽ ഞാൻ കയറി. മിനി ടിബറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഹോട്ടലിൽ നിന്ന് ടിബറ്റൻ ഭക്ഷണമായ ഒരു പ്ലേറ്റ് ബീഫും 2 ചപ്പാത്തിയും മേടിച്ചു. ഈ ഹോട്ടലിൻ്റെ പേര് ലിറ്റിൽ ടിബറ്റ്. ചപ്പാത്തിക്ക് 30 രൂപയും ബീഫിന് 250 രൂപയും. ബീഫ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ടിബറ്റൻ ഫുഡായിരുന്നു. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ചപ്പാത്തിയും ബീഫും. എന്നിരുന്നാലും ടിബറ്റൻ ഭക്ഷണം ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഓർഡർ ചെയ്തത്. കേരള ഭക്ഷണം നമുക്ക് എവിടെ നിന്നും കിട്ടുമല്ലോ. ഇവിടെയും ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചില്ല. ഇവിടെ പലതിലും ബിയർ പാർലറുണ്ട്. ബാർ വളരെ കുറവാണ്. ഞാൻ ബിയർ നോക്കിയില്ല. ഇതാ പ്രകൃതി ചികിത്സ ആശുപത്രി, സർക്കാർ വക ആശുപത്രിയാണ്. അതും വർക്കലയിലാണ്, അതും ബീച്ചിന് തീരത്ത്. ഇവിടെ ഒരു മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ട്. രസകരമാണ് ആ പ്രതിമ. ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കാനുള്ള കോഴ്സിന് 6000 രൂപയാണ് മുറിയെടുത്താൽ. വാർഡാണെങ്കിൽ 4000 രൂപ. അഡ്മിഷൻ വേണ്ടവർ ആദ്യം OPയിൽ വരണം. OPയിലെ പരിശോധന കഴിഞ്ഞിട്ട് കിടത്തി ചികിത്സിക്കേണ്ടവരാണെങ്കിൽ അവിടെ കിടത്തും. പക്ഷേ പ്രകൃതി ചികിത്സയാണ് കേട്ടോ. ഭക്ഷണം നിയന്ത്രണം, മരുന്നുകളൊന്നുമില്ല. ഇതാണ് ഹെലിപ്പാഡ്. ഹെലികോപ്റ്ററൊന്നും കാണാത്ത ഹെലിപ്പാഡ്. അവിടെ നിന്ന് ബസ് കയറി ഞാൻ ശിവഗിരിയിലെത്തി. ശിവഗിരിയിലെത്തുന്നതിന് മുമ്പ് ഇതാ അതിമനോഹരമായ ഒരു സ്ഥലം. ശിവഗിരിയിൽ പോകുന്ന വഴി ഞാൻ കണ്ട വർക്കല ടണലിൽ ഞാൻ താഴത്തോട്ട് ഇറങ്ങി. ഈ റോട്ടിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പുണ്ട്. ഈ കനാലിൻ്റെ ആഴം കൂട്ടുന്നുണ്ട്. ഇതിനി യാത്ര സൗകര്യമാക്കുമോ ആവോ? അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ ഈ ടണലിൽ കൂടി അദ്ദേഹം സഞ്ചരിച്ചു നോക്കിയതായിട്ട് പറയുന്നു. പക്ഷേ അതിനുശേഷം ഒന്നും നടന്നില്ല. എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അതിലൂടെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. ഇനി യാത്ര സൗകര്യം
ജലമാർഗ യാത്രാ സൗകര്യം ഇതിലൂടെ നടത്താൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ടൂറിസ്റ്റുകൾക്ക് ഒരു സഞ്ചാരമാർഗമായിരുന്നു. നല്ല ഭംഗിയുള്ള കവാടം. ആ കവാടത്തിൽ എന്തോ എഴുതിയിട്ടുണ്ട്. താഴത്തോട്ട് ഇറങ്ങാൻ മടിച്ചിട്ട് ഞാൻ പോയില്ല. ഇതിൻ്റെ സൈഡിൽ മുഴുവൻ കുളിക്കാനുള്ള പുരകളാണ്. ഇതാണ് കുളിപ്പുരകൾ. ഇങ്ങനെ നിരത്തി കെട്ടിയിട്ടുണ്ട്. വെള്ളം 24 മണിക്കൂർ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ വൃത്തികേടാണ്. കുളിക്കാൻ വന്നവർ വൃത്തിയില്ലാത്തവരാണല്ലോ. ഇതാ ഒരു പട്ടിയുടെ ജാഥ. 10 പട്ടികളുണ്ട്. അവർ ഓടിപ്പോകുന്നു. എവിടത്താ പോകുന്നതെന്ന് എനിക്കൊരു പിടിപാടും കിട്ടിയില്ല. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF. അങ്ങനെ ഞാൻ ശിവഗിരിയുടെ മുന്നിലെത്തി. അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അതിമനോഹരമായ ഓഡിറ്റോറിയം. പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിയുമ്പോൾ അധികം 1000 കൂടുതൽ പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം ദുലു മുതലാളി പണിത് കൊടുത്തതാണെന്ന് ഒരു ഓട്ടോ ഡ്രൈവർ എന്നോട് പറഞ്ഞു. ശരിയാണോ ആവോ എനിക്കറിയില്ല. ആ ഓഡിറ്റോറിയം ഞാൻ കണ്ടു.